Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. പക്ഷെ ഞാൻ ആ ലൊക്കേഷനിൽ നവ്യാന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ആ ദേഷ്യം കൂടി കാരണം അല്ലല്ല, ധന്യ നാളെ രാവിലെ എന്നിട്ട് പറഞ്ഞു ടുമോറോ യുവർ നെയിം ഇസ് മീനാക്ഷി എന്ന് പറഞ്ഞാ മീനാക്ഷി എന്ന് വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കും. പ്രണയം എന്ന് പറയുന്നത് ഒരു പൂ വിടരുന്നത് പോലെയാണ്. അതിങ്ങനെ വിടർന്ന് കുറച്ച് ഭംഗിയായിട്ട് നിന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ കൊഴിഞ്ഞ് അത് നഷ്ടമായി പോകും എന്ന് പറയും. നിങ്ങൾക്ക് കൂടെ നിങ്ങളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട് കുട്ടിയെ നോക്കാൻ. നിങ്ങൾക്ക് നവ്യ നായർ എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യവും ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ് ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് അവരുടെ കൂടെ ജീപ്പിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഈ ബൈക്കിൽ നിന്ന് പിടിച്ചു നിർത്തുമല്ലോ, പിടിച്ചു നിർത്തുമ്പോൾ എൻ്റെ അടുത്ത് തൻ്റെ വണ്ടി കൊണ്ടുപോയോ, നമ്മളെ ഡാൻസ് പഠിപ്പിക്കണു, ഇതുവരെ ഒരു പൈസ ഫീസ് പറയില്ല. മറ്റൊരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള കലയുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് അർപ്പണബോധം കാണിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് നമ്മളെ സ്നേഹിക്കും. ഡബിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പറയണ ആ ഷോട്ടിലുള്ള പോകൊക്കെ കണ്ടാ തോന്നും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് സ്കൂട്ടർ ഓടിക്കുന്നത്. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ താറാവ് തുഴയണ പോലെ 2 കാലം വെച്ച് തുഴയും ഞാൻ. നമ്മൾക്ക് മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുമ്പോൾ അവർക്കും ചില ശരികളുണ്ട്, അവർക്കും ചില ന്യായങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, ഒരുപക്ഷെ ഞാനാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു പോയേക്കാം. ഞാൻ എപ്പോഴും എന്നെ തന്നെ പറയും, ഐ എം എ ഫീനിക്സ്, ഐ റൈസ് ഫ്രം ദി ആഷസ്. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദി നവ്യ നായർ. താങ്ക് യു. നമ്മള് നെയിം സിക്സ് ശരിക്കും ധന്യ വീണ. ഈ നമ്മൾ കേൾക്കില്ലേ ചിലപ്പോൾ ഈ വേറൊരു പേര്, ഒരു ഓൾട്ടർ ഈഗോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേരുള്ളപ്പോൾ, ലൈക്ക് ധന്യ വീണ എന്നുള്ള ഒരു റിയൽ നെയിമും നവ്യ നായർ എന്നുള്ള ഒരു പേരും. ബട്ട് ഡു യു ഫീൽ ദാറ്റ് ഒരാൾ ധന്യെന്ന് വിളിക്കുമ്പോഴത്തെ പേഴ്സണാലിറ്റിയും നവ്യ എന്നുള്ളൊരു പേഴ്സണാലിറ്റിയിൽ 2 വ്യക്തിത്വമായിരുന്നു പുറത്ത് വരുന്നതെന്ന് വല്ലപ്പോഴും തോന്നാറുണ്ട്? ജസ്റ്റ് ക്യൂരിയസ്. ഇല്ല, പക്ഷേ ഈ വളരെ അടുപ്പമുള്ളവര് ധന്യെന്ന് വിളിച്ച് ശീലിച്ച ആൾക്കാര് പിന്നെ നവ്യാന്ന് വിളിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമവും. എനിക്കത് ഇഷ്ടാവില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ളവരെന്നെ നവ്യാന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു എന്ത് രസാ ധന്യ വീണ. വീണ എന്ന് സർനെയിം ഇടുക വളരെ റേറല്ലേ, അമ്മയുടെ പേരാണ്. പക്ഷെ വളരെ റേറല്ലേ അങ്ങനെ. സാധാരണ അച്ഛൻ്റെ സർനെയിം അല്ലേ ഇടുക? അല്ല, അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ഞങ്ങളുടെ എല്ലാവരും, ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ അമ്മയുടെ പേരിന്റെ അതാണ് വിളിക്കുന്നത്. അങ്ങനെ. ഓ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അച്ഛാ, ലെറ്റ്സ് ടോക്ക്. അച്ഛൻ പണ്ടേ വളരെയധികം ഫോർവേഡ് തിങ്കിങ് ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇറ്റ്സ് എ ലവ്ലി നെയിം. പെട്ടെന്ന് പേര് മാറ്റം എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സിബിയങ്കിളൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ഫിലിം ഇഷ്ടം, അപ്പൊ അതിന് ചെല്ലുന്ന സമയത്താണ് ഇങ്ങനെ പേര് മാറ്റണം, ധന്യ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല പേരല്ലേ. യുണീക്കോ ഒന്ന് പോയിക്കോണം. എന്റെ ക്ലാസ്സിൽ തന്നെ 4 പേരുണ്ടായിരുന്നു. അല്ല ധന്യ, പക്ഷെ ധന്യ വീണ എന്ന് പറയുന്നത്. ഓക്കെ, ധന്യ വീണ ഇസ് എ യൂണിക് നെയിം. അമ്മയാണ് ഈ പേരും കൊണ്ട് വന്നത്. അമ്മയുടെ തന്നെ കണ്ടുകൊടുത്ത. ശരിയാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഹൗ യുവർ നെയിം ചേഞ്ച് നവ്യ നായർ. ഒരു കണക്ഷനും ഇല്ലാതെ. പക്ഷെ അതൊരു ഭയങ്കര യൂണിക്, അധികം പേർക്കില്ല ഇല്ലാത്ത പേരാണ്. പക്ഷെ ഞാൻ ആ ലൊക്കേഷനിൽ നവ്യാന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ആ ദേഷ്യം കൂടി കാരണം. അല്ലല്ല, ധന്യ നാളെ രാവിലെ എന്നിട്ട് പറഞ്ഞു ടുമോറോ യുവർ നെയിം ഇസ് മീനാക്ഷി എന്ന് പറഞ്ഞാ മീനാക്ഷി എന്ന് വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കും. എനിക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കര സ്ട്രേഞ്ച് ആണ്. ചിലർ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് മഹാരാഷ്ട്രൻസിലാന്ന് തോന്നുന്നു, അവര് പേര് മാറ്റും, പുതിയ പേര് ഇടും. അതെയോ? അങ്ങനെ ഒരു കൾച്ചറുണ്ട് പലയിടത്തും. അതെനിക്ക് ഭയങ്കര അതിശയം തോന്നി. എങ്ങനെയാണ് നമ്മുടെ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഐഡന്റിറ്റി ആവുക എന്നുള്ളത്. നവ്യ, what I find fascinating about you know, ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്, പല ഇൻ്റർവ്യൂസും കണ്ടിട്ടുണ്ട് നവ്യയുടെ. യു കം അക്രോസ് എസ് സംബഡി ഹൂ ഇസ് വെരി കംഫർട്ടബിൾ ഇൻ വൾനറബിലിറ്റി. എത്ര വൾനറബിൾ ആയിട്ട് നിൽക്കാനും ആ വൾനറബിലിറ്റി അക്സെപ്റ്റ് ചെയ്യാനും അതിൽ ശക്തി കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും ഞാൻ നവ്യയെ കണ്ടിട്ടുള്ളത്. നവ്യയുടെ പെർഫോമൻസസിലും ഞാൻ പലപ്പോഴും ആ നുവാൻസസ് കണ്ടിട്ടുണ്ട്. ഞാൻ ആം എ ഫാൻ ഓഫ് യുവേഴ്സ് ബിക്കോസ് ഐ സീൻ ഒരുത്തി
ഇപ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷെ ഒരിക്കലും എത്ര രസമായിട്ടാണ് Thank you ചെയ്തിരിക്കുന്നത്. so ഞാൻ ആ നവ്യ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ, ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് ജാനകി ഒത്തിരി ഇഷ്ടമായി. ഓ ആണോ? എനിക്കൊന്ന് അന്ന് ഞാൻ മെസ്സേജ് അങ്ങനെ ചെയ്തിരുന്നു നവ്യക്ക്, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്, യുനോ. ആൻഡ് നൗ കമ്മിങ് ടു പാതിരാത്രി. ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കുമ്പോൾ പാതിരാത്രിയിൽ ചെയ്യുന്ന ഒരു പക്ഷേ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇറ്റ്സ് ക്വൈറ്റ് ന്യൂ ഫോർ മീ, കാരണം ഞാൻ അങ്ങനെ ഒരു പോലീസ് വേഷത്തിലൊന്നും ചെയ്തിട്ടില്ല. അഭിനയിച്ചിട്ടില്ല. ഇതിനകത്ത് എന്തായിരുന്നു റിലേറ്റബിൾ, എന്തായിരുന്നു റിലേറ്റബിൾ ആയിട്ട്? അൺറിലേറ്റബിൾ ഇസ് ഓഫ് കോഴ്സ് ബീയിങ് എ പോലീസ് ഓഫീസർ. എനിക്ക് തീരെ പരിചയമില്ല അങ്ങനൊരു, ബിക്കോസ് അവരെങ്ങനെയാണ് ഉണ്ടാവുക, അപ്പം നമ്മൾ പോലെ സാധാരണ സ്ത്രീകളാണ് അവരും, പക്ഷെ സർക്കംസ്റ്റാൻസസ് എപ്പോഴും നമ്മളെ മാറ്റി എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലോ ഇൻഡിവിജ്വൽസിന്. അപ്പം അവർ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പം മേ ബി ബിക്കോസ് ഓഫ് ദെയർ എക്സ്പീരിയൻസ് അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആവും, കുറച്ചും കൂടെ ഒക്കെ ആവും. ബിക്കോസ് ഇപ്പം ഡോക്ടേഴ്സ് തന്നെ എവറി ടൈം ദേ സീ സർജറി, അവരെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് കാണാൻ മെഡിസിൻ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ബ്ലഡ് ഇസ് നോട്ട് എൻ ഇഷ്യൂ ഫോർ ദം. പക്ഷെ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ തലയിറങ്ങി വീണ കുട്ടികളായിരിക്കും അധികം പേരും. സോ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉള്ളവരാണ്. അപ്പം അവരെങ്ങനെയാണ് ആൾക്കാരെ നോക്കുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ബിക്കോസ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഒരു ഡാൻസർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ബിക്കോസ് ഐ ഹാവ് സീൻ ദം. വൺ ഇസ് അറ്റ് മൈ ഹോം, മൈ മദർ, യുനോ, വൺ ഇസ് മൈസെൽഫ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതർവൈസ് യു നീഡ് സർട്ടൻ കുറച്ചൊരു ഒബ്സർവേഷൻ നമുക്ക് വേണം. അപ്പം അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓൾ മൈ താങ്ക്സ് ടു, ഇപ്പം റിലീസാകുമ്പോൾ നന്നായാൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ പെർഫോമൻസ് എനിക്ക് ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ആൾക്കാർ പറയുകയാണ് ഓക്കെ പോലീസായിട്ട് നവ്യ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൈ സിൻസിയർ താങ്ക്സ് ടു പറഞ്ഞാലും ഇല്ലെങ്കിലും ഷീ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മീ. ഷാഹിന മാം ഇവിടുത്തെ SI ആണ് മാം. അപ്പോൾ മാമിൻ്റെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റേഷനിൽ പോയി ഇരുന്ന് ഞാൻ മാം ആൾക്കാരെ സംസാരിക്കുന്നത്. ഞാനൊരു ക്യാപ്പും മാസ്കും ഒക്കെ വെച്ചിട്ടാണ് പോയത്, കാരണം പോലീസ് സ്റ്റേഷനല്ലേ. പക്ഷെ ആർക്കും മനസ്സിലായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം മാമിൻ്റെ കൂടെ ഞാൻ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് അവർ അനുമതി തന്നു. എന്തെങ്കിലും ഒരു കാര്യം ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അവരുടെ ഒരു അതിശയം തോന്നി എന്തെങ്കിലും? അവരുടെ ഒരു ടോണാലിറ്റിയിൽ വ്യത്യാസമുണ്ട്. അവരുടെ അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളോട് സംസാരിക്കുന്ന അപ്രോച്ചും ദാറ്റ്സ് ദം ആസ് എ പേഴ്സൺ. പക്ഷെ വെൻ ദേ ആർ പോലീസ് ദെൻ ദർ ഇസ് അവരുടെ ഒരു ഡിഫറൻസ് ഉണ്ട്, എന്തായാലും ഉണ്ട്. കാരണം ഒരു മനുഷ്യൻ ഒരു പോലീസ് വെച്ചില്ല, എത്രയോ ആൾക്കാർക്കാണ് ഒരു പോലീസ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മൾ പോലീസ് വരുന്നു എന്നൊരു ഭയത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യരാണ് അവർ. പക്ഷേ അവരുടെ ആ ആറ്റിറ്റ്യൂഡിലും ആ പവറിലും അവരുടെ പൊസിഷനിലും അവർക്ക് കിട്ടിയിരിക്കുന്ന, അതായത് അറസ്റ്റ് ചെയ്യാം, പിടിച്ചുകൊണ്ട് പോവാം എന്നുള്ള ആ ഒരൊറ്റ പേടിയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. പേടിപ്പെടുത്തി നമ്മൾ ചിലപ്പോൾ അച്ഛൻ അറിഞ്ഞാൽ എന്താവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊച്ചിലേക്ക് പേടിച്ച് നിൽക്കണ പോലെ ആ ഒരു ചെറിയ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് അവരുടെ ആറ്റിറ്റ്യൂഡിലും അവരുടെ നിൽപ്പിലും നടത്തത്തിലും നോട്ടത്തിലും ഒക്കെ ഉണ്ട്. പിന്നെ അവർക്ക് അസസ്മെൻറ്റ് ഭയങ്കര കൂടുതലാവും. ഇത്രയും ആൾക്കാരെ കണ്ട് ഒരു പരിധി വരെ ഒക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ വലിയ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് നിവിൻ പോളിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് അതിനകത്ത്, നമുക്ക് കോടതി കാണാമെന്ന് പറയുമ്പോഴത്തേക്കും ഡെസ്കിലടിച്ചിട്ട് പറയും, എന്തോ പറഞ്ഞിട്ട് ആ പറഞ്ഞവൻ്റെ അടുത്ത് ചൂടാവും. അപ്പോഴത്തേക്കും അവൻ പേടിക്കും എന്നേ പറയും, സാധാരണക്കാരൻ്റെ കോടതിയും അതും ഇതും എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഒരു കാര്യം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും, പക്ഷേ ഒരു നല്ലൊരു പോലീസുകാരൻ വിചാരിച്ചാൽ അതവിടെ തീർപ്പാക്കി. ഇവിടെ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് കൈ കണക്കുണ്ടോ? ഇല്ല. അപ്പോൾ സാധാരണക്കാരൻ്റെ കോടതിയും കൂടിയാണ് ചില സമയത്ത് പോലീസ് സ്റ്റേഷൻ. അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കി കാര്യങ്ങൾ വിടും. അപ്പം സാധാരണ മനുഷ്യർക്ക് പലപ്പോഴും വലിയൊരു ആശ്രയമാണ് അവരുടെ. ദേ നോ, പറയുന്ന കേൾക്കുമ്പോൾ കുറേ അസസ് ചെയ്യാൻ അവർക്ക് പറ്റും. അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കണ്ടതാണ്. അവരെങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യുന്ന, ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരത് സോർട്ട് ചെയ്ത് വിടുന്നതും, എങ്ങനെ ആൾക്കാരെ അവരുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ ഒറിജിനൽ കാര്യം പുറത്തു വരും. അതവരുടെ ഒരു പ്രത്യേക നാക്കാണ് ആ ചോദിക്കുന്ന രീതി. അത് കുറേ ലേണിങ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് അവരുടെ കൂടെ ജീപ്പിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഈ ബൈക്കിൽ നിന്ന് പിടിച്ചു നിർത്തുമല്ലോ, മദ്യപിച്ചിട്ടൊക്കെ ആൾക്കാരെ പിടിച്ചു നിർത്തും, ലൈസൻസ് ഇല്ലാതെയൊക്കെ രാത്രി പിടിച്ചു നിർത്തും. പിടിച്ചു നിർത്തുമ്പോൾ എൻ്റെ അടുത്ത് തൻ്റെ വണ്ടി കൊണ്ടുപോയോ?
അടുത്താണ് സ്റ്റേഷൻ. തന്റെ വണ്ടി കൊണ്ടുപോയോ? കാരണം ഈ വണ്ടിയൊന്നും ഇല്ല, ഞാൻ അങ്ങനെ നിൽക്കല്ലേ ഇതും കണ്ടിട്ട്. അപ്പൊ ഞാൻ ഒന്നില്ല, വണ്ടി കൊണ്ടുപോയിട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്യാ. വണ്ടി എവിടെ? ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാനും ഈ കൂട്ടത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരാളാണെന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ കാരണം ജീപ്പിന്റെ അകത്തിരുന്ന എനിക്ക് ഇതിന്റെ ഒരു രീതികൾ കാണാൻ പറ്റില്ല. പിന്നെ നമ്മള് ഞെട്ടിപ്പോവും. പോലീസ് എന്ത് ധൈര്യത്തിലാ കൈ ഇങ്ങനെ കാണിക്കും. ചില ആൾക്കാര് ഒരൊറ്റ പോക്കാണ്. മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവൻ തന്നെ അപകടമാണ്. ഈ പ്രാന്ത് പിടിച്ചിട്ടാണ് ആൾക്കാർ പോകുന്നതേ. കാരണം അവർക്കറിയാം ഉറപ്പായിട്ട് പിടിക്കുന്നു. അപ്പോൾ ഉടനെ ഇവിടുന്ന് വയർലെസ്സിൽ അടുത്ത സ്റ്റേഷൻ, അടുത്ത ജംഗ്ഷനിലേക്ക് കൊടുക്കുക. അടുത്ത ജംഗ്ഷനിൽ കൊടുത്താൽ പോലും ഈ പോക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചതിന് ഒരു പീരങ്കി കൊണ്ട് പോകണം. പോക്ക് പോകും 2 പെണ്ണുങ്ങളൊക്കെ. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക. അതേ എൻ്റെ അമ്മേ, ഭയങ്കര ഒരു ജോലിയാണ്. ഞാൻ മറ്റേ സ്കൂട്ടറിൽ കയറിയാ വീഴുന്ന ആളാ. പെൺകുട്ടികളൊക്കെ എന്ത് സ്പീഡിൽ സ്കൂട്ടർ ഓടിച്ചു. ഒരു സിനിമയിൽ ഫുൾ സ്കൂട്ടറാണല്ലോ. അതെ. അപ്പോ ഡബിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പറയണ ആ ഷോട്ടിലുള്ള പോക്കൊക്കെ കണ്ടാ തോന്നും വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് സ്കൂട്ടർ ഓടിക്കുന്നത്. കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ താറാവ് തുഴയണ പോലെ 2 കാലം വെച്ച് തുഴയും ഞാൻ. എനിക്ക് ഭയങ്കര പേടിയാ. അയ്യോ നവിക്ക് അപ്പൊ ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോഴില്ലേ, യു റിയലി എക്സൈറ്റഡ്? കാരണം ഈ കോപ്പ് റോള് ശരിക്കും കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, നമുക്ക് അധികം ഉണ്ടാറില്ല. ഇതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാല് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ മലർത്തി അടിക്കുന്ന സീനുകളോ ഒന്നുമില്ല. അടി കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ ജെന്യുവൻ ആയിട്ട് അടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ അങ്ങനെ അടി കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് അടി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പോലീസുകാരുടെ ഗതികേടാണ് സിനിമയില്. അതല്ലാതെ പോലീസ് അമാനുഷികമായിട്ടുള്ള ഒന്നും സിനിമയിലില്ല. അത് നവ്യ വന്ന സമയത്ത് എനിക്ക് ധന്യെന്ന് വരുവാ വായിച്ചോളൂ. നവ്യ വന്ന സമയത്ത് ശരിക്കും സ്ത്രീകൾ വളരെ കുറവാ സെറ്റ്സിലെ. ആ സമയത്തൊന്നും അങ്ങനെ ആരും തന്നെ കാണില്ല. പക്ഷെ ഇന്നിപ്പോ നിൽക്കുമ്പോൾ മുഴുവൻ സെറ്റ്സിൽ എത്ര ഏരിയാസിലായിരിക്കും പെൺകുട്ടികളുള്ളത്. ഡയറക്ടറും റത്തീന, ഷീ ഹെർസെൽഫ് ഇസ് എ വുമൻ. വാട്ട് യു ഫീൽ ഹാസ് ചേഞ്ചസ് ഇൻ എ സെറ്റ്? സ്ത്രീകൾ സെറ്റിൽ വരുമ്പോൾ വാട്ട് ഇസ് ദാറ്റ് യു ഒബ്സർവ്ഡ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്? വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ഞാനിപ്പോൾ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് ആദ്യം ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് ഒരു കള്ളൻ്റെ പുറകിന് ഓടുന്ന സീനാ. അപ്പം എനിക്ക് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ഐ ഗോട്ട് മൈ പീരിയഡ്സ്. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഓട്ടവും അവിടെ ഭയങ്കര ചൂടാണ് ആ സമയത്ത്. ഞാനിങ്ങനെ രത്തിനിക്ക് ചോദിച്ചു എന്ത് പറ്റി നീ ഡള്ളായിട്ടിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ വയ്യ എന്ന് പറഞ്ഞു. പീരീഡ്സ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവള് എല്ലാവരുടെ അടുത്തും പറഞ്ഞു അവൾക്ക് പീരീഡ്സ് ആണ്. അവർക്ക് ഞാൻ വിചാരിച്ചു ഈശ്വര പറയുന്നത് എനിക്ക് പറ്റേ ഇനിയിപ്പോൾ ഇതിനിപ്പോൾ ഒരു പോസ്റ്റർ അടിച്ചിറക്കോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല ആറ്റിറ്റ്യൂഡ്. ഞാൻ ഓട്ടം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഉടനെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് എൻ്റെ അസിസ്റ്റന്റ് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ എനിക്ക് അവർ ചെയർ കൊണ്ട് തരും. കുറച്ച് നേരം ഇരിക്കുന്നെങ്കിൽ ഇരുന്നോ, റെഡി ആയി കഴിയുമ്പോൾ വിളിക്കാം, ഞങ്ങൾ അതിന് പകരം പൊസിഷൻ കൊടുക്കാം എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവരൊക്കെ ബോയ്സ് തന്നെയാണ്, ആ പറഞ്ഞവരൊക്കെ ഗേൾസ് ആയതുകൊണ്ട് പറഞ്ഞല്ല. ദെയർ ഓൾ ബോയ്സ്, പക്ഷേ ദെയർ ഓൾ മെൻ റാദർ. അപ്പം ഇറ്റ് ഈസ് വെരി എന്താ പറയുക, സംതിങ് ഭയങ്കര ഗോപ്യമായിട്ട് വളരെ ഹൈഡ് ചെയ്ത് എനിക്ക് പീരീഡ്സ് ആണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മാറിയിട്ട് അത് മനസ്സിലാക്കുന്നത് ഒരു അതിലൊരു നമ്മൾക്കിപ്പോൾ വേറൊന്നും വേണ്ട. ചില സമയത്ത് കരുതലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഒരു കൺസേൺ. നോബഡി ക്യാൻ ഹെൽപ്പ് യു in your problems അല്ലേ. if you are in pain, let it be physical or emotional, you yourself have to go through it. പക്ഷേ ആരുടെയെങ്കിലും ഒരു കരുതൽ, ആ കരുതലിൽ നമുക്ക് വലിയൊരു ആറുതൽ കിട്ടും, ഒരു ഭയങ്കര ഒരു സമാധാനം കിട്ടും, എനർജിയും കിട്ടും. അപ്പം അത് മാത്രമാണ് നമ്മൾ പലപ്പോഴും ശരിക്കും ആഗ്രഹിക്കുന്നു. ഇപ്പം ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് നിങ്ങളുടെ കെമിസ്ട്രി വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു വർക്കായിട്ടുണ്ടെന്ന് തോന്നി സൗബിനും യോസ്. ആൻഡ് ആ ഒരു ടെൻഷൻ, ആ ഒരു സാഡ്നെസ്, അതെല്ലാം ആ ട്രെയിലർ കാണുന്നുണ്ട്. ആൻഡ് ബ്യൂട്ടിഫുള്ളി ഡൺ. Thank you so much. And all credits goes to Ratina, Jakes and all people who worked for it. What is it working like with Soubin? Because എനിക്ക് തോന്നുന്നു മലയാളത്തിലെ one of the best actors തന്നെയാണ്. One very good director also. സൗബിൻ ആക്ച്വലി എനിക്ക് നേരത്തെ പരിചയമുണ്ട്. പാണ്ടിപ്പടയുടെ സെറ്റിൽ സൗബിൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, അന്ന് കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ആ സമയം തൊട്ടേ എനിക്ക് പരിചയമുണ്ട്. ഞാൻ മറ്റേ കൊച്ചി ഭാഷയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും.
ഇറ്റ്സ് എ വെരി ലോങ് ജേർണി അല്ലേ ഫോർ ഹിം ഓൾസോ. അപ്പം അതുകൊണ്ട് ആദ്യമൊക്കെ വന്നപ്പോൾ പണ്ട് തന്നെ ചേച്ചിന്ന് ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട്. ഈവൻ ദോ റെസ്പെക്ട് വെച്ചിട്ട് അങ്ങനെയായിരുന്നു തുടങ്ങുന്ന ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ കമ്പനിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതൊക്കെ പോയി. നല്ല ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ് സൗബിക്ക് ഓൾറെഡി. അപ്പോൾ അത് വെച്ചിട്ട് സൗബി ലൊക്കേഷനിൽ വന്നാൽ അപ്പം തന്നെ ചിരി തുടങ്ങും. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ടവേദനിക്കൊന്നും നിർത്തുമെന്ന് പറയും. നവ്യ, ഈ അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, പ്രണയത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഡു യു എഗ്രി വിത്ത് ഇറ്റ്? അത് എക്സ്പയറി ഡേറ്റ് എന്നുള്ളൊരു ടേമിലല്ല അത് പറയണേ. പക്ഷേ പ്രണയം എന്ന് പറയുന്നത് ഒരു പൂ വിടരുന്നത് പോലെയാണ്. അതിങ്ങനെ വിടർന്ന് കുറച്ച് ഭംഗിയായിട്ട് നിന്നിട്ട് പിന്നെ അത് കഴിയുമ്പോൾ കൊഴിഞ്ഞ് അത് നഷ്ടമായി പോകും എന്ന് പറയുന്നത്. അത് എനിക്ക് ആ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗാണ്. അത് ഞാൻ ആ സിനിമയിലെ ആ ഡയലോഗ് എഴുതി സ്ക്രിപ്റ്റിൽ വായിച്ചപ്പോൾ തന്നെ ഞാൻ ഋത്തീനെ എടുത്ത് പറഞ്ഞു, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഭയങ്കര സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ദർ ഈസ് ഓൾസോ എ ബിറ്റ് ഓഫ് പെയിൻ ഇൻ ഇറ്റ്. കാരണം എപ്പോഴും വന്നിട്ട് ഇത് സത്യമാണ്, പ്രണയം ചിലപ്പോൾ നമുക്ക് വളരെ ഗ്രാജുവലായിട്ട് ഓർഗാനിക്കായിട്ട് നഷ്ടപ്പെട്ടു പോകും. പെയിൻ എന്ന് പറയുന്നത് ഈ ഓർഗാനിക്കായിട്ട് നഷ്ടപ്പെടുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കും. അപ്പം മറ്റേ വ്യക്തിക്ക് അത് നഷ്ടമായിട്ടുണ്ടാവില്ല. ഇത് ഓർഗാനിക്കായിട്ട് രണ്ടുപേർക്കും ഒരുപോലെ നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് ഹാപ്പിനെസ് ബിക്കോസ് ദേ വിൽ ഫൈൻഡ് ദെയർ ഓൺ ഹാപ്പിനെസ് ഇൻ അതർ വേ. പക്ഷേ ഒരാൾക്ക് മാത്രം ഓർഗാനിക്കലി ഇത് നഷ്ടപ്പെട്ട് മറ്റേ ആൾ ഇസ് സ്റ്റിൽ ഇൻ ലവ്, ദെൻ ഇറ്റ് ഇസ് സോ പെയിൻഫുൾ തന്നെ. സോ ബട്ട് ദെൻ വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് സ്നേഹിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രായത്തിൽ കാണുന്നത്. ബിക്കോസ് ഐ നോ യു, നവിയുടെ ഭാഷയിൽ തന്നെ ഭയങ്കര ഒരു സൗന്ദര്യമുണ്ട്. ബിക്കോസ് വെൻ ഐ ഹാവ് സീൻ യുവർ വീഡിയോസ് നല്ല രസമായിട്ടാണ് സംസാരിക്കുന്നത്. ആൻഡ് ദെർഫോർ ഐ എം ജസ്റ്റ് വെരി ക്യൂരിയസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ യു സീ ഈ ഓരോ പ്രായത്തിലും നമ്മൾ കാണുന്ന റൊമാൻറ്റിക് ലവിൽ ഒരു ചേഞ്ച് വരും, ഒരു ഡിഫറൻസ് വരും. ആൻഡ് ഇന്നിപ്പോൾ ഈ ഒരു പൊസിഷനിലിരിക്കുന്ന നവ്യ ഒരു 10 വർഷം മുമ്പോ അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ള നവ്യയെ വെച്ച് നോക്കുമ്പോൾ ഹൗ ഹാസ് യു നോഷൻ ഓഫ് റൊമാൻറ്റിക് ലവ് ചേഞ്ച്ഡ്? ഇല്ല, അത് ചേഞ്ച് ചെയ്തിട്ടില്ല. പ്രണയിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും 18-കാരിയാണ്. എനിക്ക് തോന്നുന്നില്ല പ്രണയിക്കുമ്പോൾ ആരും പക്വതയിലേക്ക്, വളരെ റെയറായിട്ട് മാത്രം ആൾക്കാർക്ക് അത് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുന്നും അങ്ങനെ തന്നെയായിരിക്കും. അതായത് ഇഫ് സം പീപ്പിൾ ആർ ലൈക്ക് യു നോ ഓക്കെ ഇത് ഇങ്ങനെ മൈ വർക്ക് ഇസ് ഡിഫറെൻറ്റ്, മൈ ലവ് ലൈഫ് ഇസ് ഡിഫറെൻറ്റ്, മൈ സോഷ്യലൈസിങ് തിങ് ഇസ് ഡിഫറെൻറ്റ്, ഐ ഹാവ് ടു ഫോക്കസ് ഹിയർ ദെൻ ഇറ്റ്സ് ഹിയർ, അങ്ങനെ വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ കാണാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ മുന്നേയും അങ്ങനെ തന്നെയായിരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ടെമ്പറമെൻറ്റ്. നമ്മുടെ സ്വഭാവം ആണ് അതിനൊരു വലിയ, എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സ്വഭാവമാണ്. അതല്ലാതെ ഇപ്പം നമ്മളൊരു കോംപ്ലെക്സ് പേഴ്സൺ ആണെന്നിരിക്കട്ടെ, ലൈക്ക് യുനോ നമ്മൾക്കൊരു പ്രണയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് വിൽ ഗോ ടു ദാറ്റ് പ്രണയം മാത്രം, ബാക്കിയെല്ലാം എനിക്ക് സെക്കൻഡറി ആണ് എന്നുള്ളൊരു മനുഷ്യനാണ് ഞാനെങ്കിൽ 60 വയസ്സായാലും അത് മാറില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മുടെ മുന്നിൽ ജീവിച്ചിട്ടുണ്ട്. കമല സുരയ്യ എന്നു പേരുള്ള നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ നേച്ചറാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ഏജ്. പ്രായവും പ്രണയവുമായിട്ട് എന്താ ബന്ധം? ഒരിക്കലും ഇപ്പം ഒരു 60 വയസ്സിൽ പ്രണയിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പൊസസീവ്നെസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പൊസസീവായിട്ടുള്ള സ്വഭാവമുള്ള ഒരാൾ 80-ആം വയസ്സിലും പ്രണയിച്ചാൽ അവർക്ക് പൊസസീവ്നെസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞ കാര്യം ശരിയാണ് കേട്ടോ. ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. വെൻ യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്, ബിക്കോസ് നമ്മൾ തോന്നും നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മൾ പ്രണയിക്കുന്നവർ നമ്മുടേത് മാത്രം ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അനുഭവങ്ങൾ വന്ന് ചില പാറ്റേൺസ് ലൈഫിൽ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് തുടങ്ങുമ്പോഴേ മനസ്സിലാവും ഓ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഡീപ്പ് ഡൗൺ ഇൻ യുവർ മൈൻഡ് യു മേ ബി പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും, ഇത് ചിലപ്പോൾ സംഭവിച്ചേക്കാം, ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ അത് സംഭവിച്ചേ. പക്ഷേ ഇൻ റിയാലിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അന്ന് അനുഭവിച്ച അതേ പെയിനോ അതിന് തത്തുല്യമായ പെയിനോ അതിൽ കൂടിയ പെയിനിലൂടെയോ നമ്മൾ കടന്നു പോവുക തന്നെ ചെയ്യും. അത് കടന്നു പോയേ പറ്റുള്ളൂ. അത് നമ്മളായിരിക്കുന്ന സത്വമാണ്. അതിനെ നമുക്ക് വളരെയധികം ഒന്നും മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ പ്രണയവും സ്നേഹവും
ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം കാണാറുണ്ടോ? എനിക്ക് എൻ്റെ മകനോട് തോന്നുന്നത് സ്നേഹമാണ്, എനിക്ക് കാമുകനോട് തോന്നുന്നത് പ്രണയമാണ്, അല്ലേ? അങ്ങനെ അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. രണ്ടും ഒന്നായിട്ട് കാണുന്നില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഓഫ് കോഴ്സ് രണ്ടും ഡിഫറെൻ്റ് അല്ല. അച്ഛനോടും അമ്മയോടും ഒക്കെ ഉള്ളത് സ്നേഹമാണ്. കാരണം പലപ്പോഴും പലരും പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് കുറേ നാൾ കഴിയുമ്പോൾ അത് പലപ്പോഴും ഓർഗാനിക്കായിട്ട് അത് പോയില്ലേ, അത് പ്രണയത്തിൽ നിന്ന് മാറി അതൊരു സ്നേഹത്തിലേക്ക് എത്തുന്നു എന്ന് പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. ദാറ്റ് ഈസ് എ വെരി സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ് യു ആർ മേക്കിംഗ്. അതെ. എനിവേ, കമ്മിങ് ടു യുവർ ഡാൻസ്, ആൻഡ് ഞാൻ മാതങ്കിൽ വെച്ചാണ്, നവ്യയുടെ ഡാൻസ് ഫെസ്റ്റിവൽ വെച്ചാണ് ഞാൻ നവ്യ ഡാൻസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഞാൻ നവ്യ നേരത്തെ ഡാൻസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രിയദർശിനി മാമിൻ്റെ കൂടെ ശിഷ്യയായിട്ട് ചേർന്നേ പിന്നെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ് നവ്യയുടെ ഡാൻസിൽ. എനിക്കിപ്പോഴും നവ്യ സ്റ്റേജിൽ നിൽക്കുന്നത് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് അത് വർണ്ണമായിരുന്നു തോന്നുന്നു, കൃഷ്ണനെ കുറിച്ച് ഉള്ളത്. അത് ശരിക്കും മുന്നിലിങ്ങനെ ഭയങ്കര രസമായിട്ട് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ് നവ്യക്ക് നമുക്ക് പലപ്പോഴും ഇല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് നൃത്തം ഉള്ളപ്പോൾ ഗുരുവിനും അതുപോലെ തന്നെ ഒരു പ്രാധാന്യം ഉണ്ടാവും. എൻ്റെ എല്ലാം സറണ്ടേർഡ്. ടെൽ മീ അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് പ്രിയദർശിനി ഗോവിന്ദ്. അതായത് നമ്മൾ ഗുരു എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയെ പറ്റിയിട്ട് പറയും. ഐ ഓൾവേസ് ടെൽ മൈ സ്റ്റുഡൻസ് ദാറ്റ് ഐ എം എ ടീച്ചർ, ബിക്കോസ് ഞാൻ ഇതുവരെ ഒരു ഗുരുവിന് എലിജിബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് മൈ ഗുരു ഈസ് എലിജിബിൾ ഫോർ ഇറ്റ്, ബിക്കോസ് ഞാൻ അക്കയുടെ അടുത്തുനിന്ന് നൃത്തം മാത്രമല്ല പഠിക്കുന്നത്. അക്കയുടെ ടോപ്പ് ടു ബോട്ടം ഇരിക്കുന്ന അവസ്ഥ മുതൽ, സംസാരിക്കുന്ന ഭാഷ മുതൽ, മറ്റുള്ള കലാകാരന്മാരെ നോക്കിക്കാണുന്ന രീതി മുതൽ, ക്രിറ്റിസിസം ചെയ്യുന്നതിൻ്റെ ഭാഷ മുതൽ. ഇപ്പം ഇഫ് സംബഡി ഈസ് റിയലി ആസ്കിങ് ഫോർ എൻ ഒപ്പീനിയൻ, ഷീ ഈസ് വെരി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. അതർവൈസ് ഷീ വിൽ നോട്ട് സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഷീ ഈസ് സച്ച് എ ബിഗ് ഡാൻസർ, സച്ച് എ ഗ്രേറ്റ് പെർഫോമർ, having so huge fan following, but എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഷീ ഈസ് സോ ഡൗൺ ടു എർത്ത്. ഒരു റിക്വയർമെൻറ്റ് പോലും നമ്മൾ തന്നെ പറയും, അക്ക യു ആർ പ്രിയദർശിനി ഗോവിന്ദ് അക്ക, പാസ്പോർട്ട് അക്ക എന്ന് പറയും, എന്നാലും ചെയ്യില്ല. പിന്നെ നമ്മളെ ഡാൻസ് പഠിപ്പിക്കണു, ഇതുവരെ ഒരു പൈസ ഫീസ് പറയില്ല. നമുക്ക് പറ്റുന്നത് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്താൽ പോലും അങ്ങനെ പ്രശ്നമാണ്. കാരണം അക്കയുടെ ഗുരുനാഥന്മാരാരും പൈസ വാങ്ങിയിട്ട് അങ്ങനെ കണക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അക്ക കണക്ക് പറയില്ല. അക്ക പെർഫോം ചെയ്തിട്ടുണ്ടാക്കുന്ന പൈസയിലാണ് അക്കയ്ക്ക് അധികം സ്റ്റുഡൻസ് ഇല്ല. പക്ഷേ നമ്മൾ നിർബന്ധിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം, ഞാൻ നവ്യ നായർ ആയതുകൊണ്ട് എപ്പോഴും എനിക്ക് എന്ത് കാര്യത്തിനും സാധാരണ ഉള്ളവരെക്കാട്ടിലും റേറ്റ് കൂടിയിട്ടാണ് എല്ലാം കിട്ടുക. എന്ത് കാര്യം ഞാൻ ചെയ്യാൻ പോയാലും എൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടും. ബിക്കോസ് ഐ എം ആൻ ആക്ടർ. എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ എൻ്റെ അടുത്ത് അങ്ങനെ പേയ്മെൻറ്റ് അങ്ങനത്തെ ഒരു കാര്യത്തിൽ എന്നെ മറ്റു കുട്ടികളുടെ അതേപോലെ കൺസിഡർ ചെയ്ത് ഞാൻ അക്കയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അതൊക്കെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, കൂടുതലും ഇല്ല കുറവുമില്ല. ഐ എം ജസ്റ്റ് എ നോർമൽ പേഴ്സൺ ദെയർ. അപ്പോൾ ആ കൺസിഡറേഷൻ കിട്ടുക. പിന്നെ എന്താ പറയുക, പണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നവ്യ, ദിസ് ഇസ് നവ്യ, ഷീ ഈസ് എൻ ആക്ടർ ഫ്രം കേരള, ഷീ ഈസ് ഓൾസോ എ ഡാൻസർ എന്ന് പറയായിരുന്നു. അതൊക്കെ തന്നെ ആഫ്റ്റർ ഒരു 1.5 years ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദിസ് ഇസ് നവ്യ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഭരതനാട്യം ഡാൻസർ, ഷീ ഈസ് ഓൾസോ ആൻ ആക്ടർ എന്ന് പറയും. അപ്പോൾ എനിക്ക് ആക്ടർ എന്ന് പറയുന്നത് മോശമായിട്ടല്ല ഞാൻ പറയണേ, എൻ്റെ ഡാൻസിനോടുള്ളൊരു പാഷൻ വെച്ചിട്ട് അക്കേനെ പോലെ ഒരാൾ ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഡാൻസർ എന്നൊരു വാക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം അങ്ങനെ. ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ ഡാൻസ് കളിക്കുന്നത് അക്കയ്ക്ക് ഇഷ്ടപ്പെടാനാണ്. ഞാൻ ഇൻഫാക്ട് മാമിനെ കണ്ടിരുന്നു. ഷീ വാസ് ഇൻ ദ സെയിം റോ നമ്മളന്ന് ഒഡീസി ഡാൻസ്. യെസ്, സുജാത മാമിന്റെ പ്രോഗ്രാം കാണാനിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവിടെ നോക്കണോ നവ്യെ നോക്കണോ, അവിടെ നോക്കണോ നവ്യെ നോക്കണോ എന്നായിരുന്നു സബ്ജക്ട്. സോ എക്സൈറ്റഡ്, ഇങ്ങനെ ചാടി ചാടി ഇരിക്കുകയാണ് തൊട്ടിപ്പുറത്ത്. എക്സൈറ്റ്മെന്റ് ടുവേർഡ്സ് ഡാൻസ്. ഡാൻസ് അല്ല, മ്യൂസിക് ഓൾസോ ലൈക്ക് ദാറ്റ്. ഇപ്പം ഞാൻ ഇന്നലെ രാജേഷ് വൈദ്യ, എനിക്ക് ഭയങ്കര ഇഷ്ടം അദ്ദേഹത്തിൻ്റെ വീണ പ്രോഗ്രാമിന് വേണ്ടി പോയ സമയത്ത് ഹി വാസ് പ്ലേയിങ് ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം പോകുമ്പോൾ പുർബയൻ ചാറ്റർജിയുടെ സിത്താറായിരുന്നു.
ഞാനും ഗായത്രിയും കൂടെ ഒരുമിച്ചിരുന്ന ടൈമിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. രാജേഷ് വൈദ്യ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു മെഡ്ലേ ഓഫ് തമിഴ് സോങ്സ് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരി വൈൻഡപ്പ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ശരത് സാറും ഉണ്ട് എൻ്റെ കൂടെ. ഞാനും ശരത് സാറും ഇരുന്നിട്ട് ഫുഡ് കഴിക്കണത് വിട്ടു. ഞാൻ പോയിട്ട് ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ കേട്ടിട്ടിരിക്കുക. അപ്പോൾ ശരത് സാറും ഫുഡ് കഴിക്കുന്നത് വിട്ടു. ദാറ്റ് ഈസ് നമ്മുടെ ഇഷ്ടമാണ് ഈ പാട്ടിനോടും സംഗീതത്തിനോടുള്ളൊരു ഭ്രമം കൊണ്ടാണ്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി വായിക്കുമോ, തീർന്നു പോയോ, ബിക്കോസ് ഞാൻ വന്നപ്പോഴേക്ക് ലേറ്റ് ആയോ, ഒരെണ്ണം കൂടി വായിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും എനിക്ക് നേരത്തെ പരിചയമുണ്ട്, ഞങ്ങൾ പേഴ്സണലി പരിചയമുണ്ട്. പക്ഷേ എന്നടാ എന്താ വായിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും. അപ്പോൾ ചിന്ന ചെറുകിളിയെ കണ്ണമ്മ ചെൽവക്കലഞ്ചിയബി എന്നുള്ള കവിത അത് അങ്ങനെ വായിച്ചിട്ട് എൻ്റെ അമ്മേ പറയണ്ടല്ലോ അദ്ദേഹത്തിൻ്റെയൊക്കെ പ്ലേയിങ്ങിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്. അതിനെ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരത് സാർ എൻ്റെ അടുത്ത് വന്നിട്ട് കൈ തന്നിട്ട് പറയാം എനിക്ക് ഭയങ്കര സന്തോഷമായി നിനക്ക് മ്യൂസിക് ഇത്ര ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആസ്വാദനം ഞാനത് എനിക്കത് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും പറ്റുകയില്ല. അത് ഞാൻ അനുഭവിച്ചതാണ്. ഇവിടെ സൈഡിലിരുന്ന ഒരാൾ ചാടിക്കോട്ടിരിക്കുകയാണ്, അവിടെ പെർഫോമൻസ് എനിക്കതൊരു ഭയങ്കര അമ്യൂസ്ഡ് ആയിപ്പോയി. ഞാൻ ഇതുപോലെ ഒരു കുട്ടികളെ പോലെ അങ്ങ് ചാടി എക്സൈറ്റഡ് ആവുകയാണ് ടു സീ ദ ഡാൻസ് ഓൺ സ്റ്റേജ്. നവ്യ ഇപ്പൊ നമ്മളൊരു ഗുരുവിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് പ്രിയദർശിനി മാമിലേക്ക് എത്തിയത്? കാരണം എനിക്കറിയാം, ഞാനിപ്പം കാർത്തിക വൈദ്യനാഥൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പൊ കാർത്തി പറയുന്ന ഗവൺമെന്റ് അത് എത്തിപ്പെടുക ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. അതൊരു നിമിത്തം പോലെയൊക്കെയാണ് ആ കുട്ടി കാണുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു നവ്യയുടെ ഫോർ മൈ ചിന്നഞ്ചിറകിളിയെ കണ്ണമ്മ ഒരു ഡാൻസ് വീഡിയോ ഞാൻ ചെയ്തല്ലേ? പറയും. പ്രിയക്കയുടെ അടുത്ത് എത്തിയത് ഈ മാതങ്കി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ ഇനോഗ്രൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് പ്രിയക്കേനെയാണ് വിളിച്ചത്. അപ്പൊ അത് സൂര്യകൃഷ്ണമൂർത്തി സാറാണ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പൊ അക്കയുടെ ഒരു വർക്ക്ഷോപ്പും കൂടെ നമ്മൾ അവിടെ മാതങ്കിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നവിക്ക് വേറെ ഗുരു ഉണ്ടായിരുന്നു? അപ്പൊ ആ സമയത്ത് പ്രിയക്ക അല്ല എൻ്റെ ഗുരു. അപ്പോൾ ഞാൻ വന്നിട്ട് അപ്പോൾ ആ സമയത്ത് കമ്പോസ് ചെയ്ത ചില ജതികളൊക്കെ അക്ക അവിടെ സ്റ്റുഡൻസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത് ഭയങ്കര ഡിസിപ്ലിനാണ് അക്കൊക്കെ. ഈ കറക്റ്റ് 9 o'clock നമ്മൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ 8:45 ആകുമ്പോൾ അക്ക അവിടെ സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പം ആ വെയിറ്റ് ചെയ്യുന്ന 15 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ഞാൻ ചെയ്ത ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കാണിക്കും അവിടെ ഇരുന്നിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു യു ഹാവ് എ ഫ്ലെയർ ഫോർ ഡാൻസിങ് നവ്യ എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഞാൻ പഠിപ്പിക്കുമെന്ന് ചോദിച്ചില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കൂടെ തന്നെ നടക്കല്ലേ. ഷീ സ്റ്റാർട്ടഡ് ലൈക്കിങ് മീ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പതുക്കെ ഒരു ദിവസം എൻ്റെ മൃദംഗിസ്റ്റ് ഉണ്ട് പ്രബലൻ മാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാഷും എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടി നീ ചോദിക്കി. ഞാൻ പറഞ്ഞു അവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ ചോദിക്കുക മാഷ, എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന് എനിക്കൊരു തേങ്ങ അറിയില്ല. അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത് നീ. ഞാൻ അപ്പോൾ അക്കയ്ക്കാണെങ്കിൽ അങ്ങനെ സ്റ്റുഡൻസും ഇല്ല. അപൂർവയും ശ്വേതയും രണ്ടുപേരാണ് മെയിനായിട്ട്. ശ്വേത പ്രചണ്ഡ്, അപൂർവ ജയറാം രണ്ടുപേരാണ് മെയിനായിട്ടുള്ള 2 സ്റ്റുഡൻസ് ഇല്ല. അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ധൈര്യം സംഭരിച്ചിട്ട് ഒരു ദിവസം വിളിച്ചപ്പോൾ അക്ക ക്യാൻ ഗോ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. ആ ചോദ്യം ഒരു 3-4-5 മാസം എടുത്തു ഉത്തരം കിട്ടാനായിട്ട്. എല്ലാവരും സെൻഡ് മീ ആ വീഡിയോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സൂര്യ ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്തതിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത 1-2 ഏരിയ നോക്കിയിട്ട് അയച്ചു കൊടുത്തു. വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് അന്ന് തോന്നിയത്. ഇപ്പം അത് കാണുമ്പോൾ എനിക്ക് മൊത്തം കുഴപ്പമാണ്, ക്രിഞ്ച്. ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ട് എല്ലാ ദിവസവും ഇത് തന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസം വന്നിട്ട് ഹൗ ആർ യു അക്ക അങ്ങനെ. അപ്പം നൈസ്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അക്ക ഡിഡ് യു വാച്ച് ദ വീഡിയോ 2 ദിവസം കഴിയുമ്പോൾ നോ നവ്യ ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ടൈം. ഓക്കെ അക്ക നോ പ്രോബ്ലം. പിന്നെ 2 ദിവസത്തേക്ക് മിണ്ടില്ല. വീണ്ടും ആർ യു ഫൈൻ അക്ക ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ച് അപ്പം ഈ അടുത്ത കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അക്കയ്ക്ക് മനസ്സിലായി എൻ്റെ ആർ യു ഫൈൻ തന്നെ വീഡിയോ കണ്ടോന്ന് ചോദിക്കാന്. അപ്പം എൻ്റെ അടുത്ത് ആർ യു ഫൈൻ എന്നുള്ള ചോദ്യത്തിന് തന്നെ ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു വാച്ച് ദ വീഡിയോ ഐ ലെറ്റ് യു നോ. പിന്നെ ഞാൻ ഒരാഴ്ചത്തേക്ക് ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഹായ് അക്ക എന്നൊരു മെസ്സേജ് ഇടും. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഐ ഹവ് സീൻ യുവർ വീഡിയോ നവ്യ കം ടു ചെന്നൈ എന്ന് പറഞ്ഞു. ആ കം ടു ചെന്നൈ കേട്ട പാടെ കേൾക്കാത്ത പാടൊക്കെ ചെന്നൈയിലോട്ട് പോയി ഞാൻ. അങ്ങനെ പോയി അവിടെ അങ്ങനെ എന്താ പറയാ കിടന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നിട്ടാണ് ഇപ്പോൾ ധന്യ പറയുന്ന ഒരു
എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഹെർ ക്രെഡിറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ പറയുമ്പോൾ ഒക്കെ പറയും യുവർ ഹാർഡ് വർക്ക് ഓൾസോ എന്ന്. പക്ഷേ ഞാൻ എപ്പോഴും പറയും നമുക്ക് ഒരു ഗ്രേസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുവിൻ്റെ ബ്ലെസ്സിങ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഐ ഫീൽ ദാറ്റ് എൻ്റെ ജീവിതത്തിൽ ഇൻ ആൻഡ് ഔട്ട് എല്ലാ കാര്യങ്ങളും ഷീ നോസ് ആൻഡ് ഷീ ആസ്ക് അബൌട്ട് ഇറ്റ്. അല്ലാതെ എന്നെ ഡാൻസ് മാത്രം പഠിപ്പിക്കുന്ന ആളല്ല. ബിക്കോസ് ഷീ ഡസ് നോട്ട് ഹാവ് മെനി ശിഷ്യാസ്. നോ. അപ്പം എല്ലാവരെയും ആ ഉള്ളവരെ കുറിച്ചിട്ടെല്ലാം വളരെ പേഴ്സണലി അറിയാം. ഐ ഈറ്റ് വിത്ത് ഹർ, ഐ സ്ലീപ്പ് വിത്ത് ഹർ. 2 പപ്പീസ് ഉണ്ട് വീട്ടിൽ, അതിനും കൂടെ കളിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കും. ശരിക്കും ഒരു ഗുരുകുലം പോലെയാണ്, അവിടെ പോയി നിന്ന് പഠിക്കുകയാണ്. പോയി നിന്ന് പഠിക്കുകയാണ്. അതെ, അക്കയുടെ വീട്ടിൽ അക്ക തന്നെ അവിടുത്തെ ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്, പഠിക്കുന്നത്. ജസ്റ്റ് ക്യൂരിയസ്, അപ്പോൾ ഒരു ഐറ്റം പഠിക്കാൻ അത്രയും സമയം എടുത്ത് അവിടെ പോയി നിന്ന് പഠിച്ച് ഐറ്റം എന്ന് മാത്രം അല്ല, സംടൈംസ് അല്ലാതെ അഭിനയാസിന് വെറുതെ ക്ലാസ് എടുക്കും, സംടൈംസ് ചാരീസ് ആയിരിക്കും ക്ലാസ് എടുക്കുക. ഐറ്റംസ് മാത്രം. ഈ തിരക്കിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അക്കയുടെ ഡേറ്റ് നമുക്ക് നേരത്തെ അറിയാം. ലൈക്ക് ഏകദേശം ഒരു 6 months ചാർട്ട് ഇടും. ഷീ ഹാസ് അബ്രോഡ് ഷോസ്. ഇപ്പം സാന്റിയാഗോയിലാണ്. യെസ്റ്റർഡേ നവരാത്രി ഫംഗ്ഷന് സമയം 7 മണിക്ക് അവിടെ ചെല്ലണം. പക്ഷെ അക്ക എന്നോട് പറഞ്ഞത് ഇന്ത്യൻ ടൈം 5 റെഡി ആയിട്ട് നിൽക്കാനാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഭയങ്കര സ്പീഡിൽ തൃശ്ശൂർ പോയി ഹയത്തിൽ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുക 5 മണി തൊട്ട്. ഇപ്പോൾ ഓൺലൈനിൽ വരും എന്ന് പറഞ്ഞിട്ട് 5:30 പക്ഷേ ഓൺലൈനിൽ വന്നത്. ബിക്കോസ് എന്തോ തിരക്കുണ്ടായിരുന്നു വേറെ എന്തോ. അപ്പോൾ 5:30 ഓൺലൈനിൽ വന്നത് കാരണം പിന്നെ എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ 6:30 ആയി. ഞാൻ അവിടെ ലേറ്റായി. പക്ഷേ ഇത് ഞാൻ മുടക്കില്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് മൈ പ്രയോറിറ്റി ഇൻ ലൈഫ്. കാരണം ലൈഫിൽ തന്നെയാണ് ഞാൻ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ആത്മാർത്ഥമായിട്ട് എത്ര ആത്മാർത്ഥമായിട്ട് മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിനെ സ്നേഹിച്ചാലും അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്താലും വി കനോട്ട് എക്സ്പെക്ട് ദെം ടു ബി ട്രൂ ടു അസ് ഓർ ദേ വിൽ കീപ് ദെയർ വേർഡ്സ് ഓർ പ്രോമിസസ് ഓർ എനിത്തിങ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലെറ്റ് ബി ആർ സൺ, ആർ എല്ലാവരും. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൺലി റൊമാൻറ്റിസൈസ്ഡ് വെർഷൻ ഓഫ് തിങ്സ്, ബട്ട് എനിബഡി. നമുക്ക് മറ്റൊരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള കലയുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് അർപ്പണബോധം കാണിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് നമ്മളെ സ്നേഹിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് ഭഗവാനായിട്ട് തന്നതാണ് നൃത്തം. അപ്പോൾ അതിന് ഞാൻ സമയം കണ്ടെത്തിയാൽ, അതിനെ ഞാൻ സ്നേഹിച്ചാൽ അതെന്നെ സ്നേഹിക്കും. യു സ്പോക്ക് അബൌട്ട് യുവർ ഹാർട്ട് ബീങ് ബ്രോക്കൺ. ഒരു ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി വെൻ ദേ ഗോ ത്രൂ ഹാർട്ട് ബ്രേക്സ്, അത് വളരെയധികം ഡെവസ്റ്റേറ്റിംഗ് ആയിരിക്കും. ഒരു പക്ഷേ വേറൊരു വ്യക്തിക്ക് അതിൻ്റെ വേദന മനസ്സിലാവില്ല. ഹൗ ഡു യു റിക്കവർ ആൻഡ് ബൗൺസ് ബാക്ക് ഫ്രം ദാറ്റ്? കാരണം ഞാൻ ആരോട് ചോദിച്ചാലും എല്ലാവരും എന്നോട് പറയുന്നത്, നവ്യ എന്ത് ജീവിതത്തിൽ നേരിട്ടാലും എത്ര തളർന്നാലും നവ്യക്ക് തിരിച്ചു വരാനുള്ളൊരു ശക്തിയും ശേഷിയുണ്ട്. അതെ അതെ ഉണ്ട്. ടെൽ മീ അബൌട്ട് ഇറ്റ്. മേ ബി എനിക്കറിയില്ല. ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളിനെ അവരുടെ ഐ ട്രൈ ടു ബി ഇൻ ദെയർ ഷൂസ് എപ്പോഴും. എന്നിട്ട് ഞാൻ ചിന്തിക്കും വൈ ദിസ് ഹാപ്പൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അപ്പം എന്നെ ഇപ്പോൾ റത്തീനെ ആണെങ്കിലും എൻ്റെ കൂടെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യ അവരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ കളിയാക്കി എൻ്റെ അടുത്ത് പറയും, ഓ ചേച്ചിവിന് മഹാത്മാഗാന്ധി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം. അങ്ങനെയല്ല, ഇറ്റ് ഗീവ്സ് മീ എ ലോട്ട് ഓഫ് പീസ് ഓഫ് മൈൻഡ്. അതായത് എന്നോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് പല സിറ്റുവേഷനിൽ നമ്മൾ പല ഫ്രണ്ട്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാൻ പറ്റുമ്പോൾ അവിടെ നമുക്ക് അൺബയസ്ഡ് ആയിട്ട്, ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ബയസ്ഡ് ആവും. കാരണം എന്നോട് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുക. പക്ഷേ നമ്മൾ അവരുടെ ഇതിൽ കയറി നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്കും ചില ശരികളുണ്ട്, അവർക്കും ചില ന്യായങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, ഒരുപക്ഷെ ഞാനാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു പോയേക്കാം. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഓക്കെ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യില്ലായിരിക്കും. അവരത്രയാണ്, അവരെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ആ ഹ്യൂമൻ ബീയിങ്ങിന് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പരിമിതിയാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു തോട്ടോടു കൂടി ഞാനങ്ങ് കംപ്ലീറ്റ്ലി ഓക്കെ ആയി ഞാനങ്ങ് ഫൈൻ ആവത്തില്ല. ഐ ഹാവ് മൈ ഓൺ ലോ ഡേയ്സ്. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റിനുണ്ട്. അതായത് എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. അപ്പം എൻ്റെ മുഖം ഒന്ന് വാടിയാൽ, ഞാനൊന്ന് ഗ്ലൂമി ആയിട്ടിരുന്നാൽ
അതിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ഓക്കെ, എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന എൻ്റെ ചുറ്റിനും ഒരുപാട് പേരുള്ളപ്പോൾ അതെൻ്റെ വലിയൊരു ബ്ലെസ്സിങ് ആണ് അല്ലേ. അപ്പം അവർക്ക് വേണ്ടി ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ലൈഫിൽ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിക്കൊള്ളണം എന്നില്ല, എല്ലാം ഒന്നിച്ച് കിട്ടണം എന്നില്ല. അപ്പോൾ എവിടെയൊക്കെയോ നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യാൻ മറന്നു പോകും എന്ന് വിചാരിച്ച് ഈ വേദനകളൊന്നും എളുപ്പമാണെന്നല്ല. പക്ഷെ ആ സമയത്ത് പുഷ് യുവർ സെൽഫ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നൃത്തം പോലും ചെയ്യാൻ പറ്റാതെ, എഴുന്നേക്കാൻ പറ്റാതെ ഫീൽ ചെയ്യുന്ന ദിവസങ്ങളുണ്ടാവും. കട്ടിലിൽ നിന്നൊന്ന് എഴുന്നേറ്റ് ഒന്ന് പല്ലൊക്കെ തേച്ചൊന്ന് കുളിച്ചിട്ട് പോയിട്ട് ഡാൻസ് ചെയ്യാം, ഇത് ചെയ്യണം, ഇത് തലേദിവസമേ പ്ലാൻ ചെയ്തിട്ട് കിടക്കും. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഒരു മെൻ്റൽ ടർമോയിൽ കൊണ്ട് നമുക്കത് പറ്റില്ല. അപ്പം ഞാനിങ്ങനെ എന്നെ തന്നെ ആലോചിക്കും, ഓക്കെ, എനിക്ക് ഫിസിക്കലി കുഴപ്പമൊന്നുമില്ല, ഐ ഹാവ് ആരോഗ്യം, എനിക്കൊരു വീടുണ്ട് കിടക്കാൻ, ഓക്കെ, എനിക്ക് കഴിക്കാൻ ഫുഡുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ നല്ല വണ്ടിയുണ്ട്, ഫിനാൻഷ്യലി എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ എനിക്ക് ട്രിവിയലായിരിക്കും. അപ്പോൾ എൻ്റെ ആരോഗ്യവും നമ്മുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് ആരോഗ്യമാണ്. അപ്പോൾ ഈ ആരോഗ്യവും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നമുക്ക് കയറി കിടക്കാനൊരു വീടും ഒരു കിടപ്പാടവും നടക്കാനുള്ള കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് മനുഷ്യൻ്റെ പ്രൈമറി ഇമ്പോർട്ടൻസ് അല്ലേ. വിശപ്പ് എന്ന് പറഞ്ഞ നന്ദനാരുടെ ഒരു കഥയുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് 3 ദിവസമായിട്ട് പട്ടിണിയാണ് നായകൻ. ആ 3 ദിവസത്തെ പട്ടിണിയുടെ സമയത്ത് ഒരു വീട്ടിൽ, ഗത്യന്തരമില്ലാതെ ഒരു വീട്ടിൽ ചെല്ലും അയാൾ. അപ്പോൾ ആ സ്ത്രീ വളരെ വൊളച്ചസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ച് കഴിയണ വരെ അവരുടെ ശരീരം മൂലം അയാൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഉദരത്തിൻ്റെ വിശപ്പ് കഴിഞ്ഞപ്പോഴാണ് കാമത്തിൻ്റെ വിശപ്പ് വന്നത്. അപ്പോൾ ഏറ്റവും വലുത് മനുഷ്യൻ ആ വിശപ്പുകളാണ്. അതായത് ആരോഗ്യം, വിശപ്പ്, ഭക്ഷണത്തിനോടുള്ള വിശപ്പ്, ഉറക്കം. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഞാൻ ബ്ലെസ്ഡ് ആണ്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. പക്ഷെ കീപ് ടെല്ലിങ് ദിസ് ടു യു ഓൾമോസ്റ്റ് എവറി ഡേ. വേറെ വഴിയില്ല. കാരണം ഞാൻ എപ്പോഴും എന്നെ തന്നെ പറയും, ഐ എം എ ഫീനിക്സ്, ഐ റൈസ് ഫ്രം ദി ആഷസ്, ബിക്കോസ് ഐ വോണ്ട് ബി ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഞാൻ എപ്പോഴും നോക്കിക്കാണുന്നത് കുറച്ച് എൻ്റെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്ക് എത്തണം. ഐ വോണ്ട് ഇല്ല, ലെറ്റ് ഇറ്റ് ബി. നോ, അത് പറഞ്ഞ ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അത് പറയണ്ട, അതൊരു സീക്രട്ടായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളായിട്ട് തന്നെ പോട്ടെ. അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് അല്ല അതിനെക്കുറിച്ച് ആഗ്രഹിച്ച് അതിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ ചിലപ്പോൾ നമ്മൾ വീണു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൈ തരാൻ ആരും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഭഗവാന്റെ ഒരു കൈ ഉണ്ടാവും മേളിൽ. ദ യൂണിവേഴ്സ് ഹാസ് വിൽ ഗിവ് യു ദ ഹാൻഡ്. Hold that hand. Don't trust any other human being's hand. Don't wait for any other human being to give you hand. And also save you. ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് നമ്മളെ വന്ന് സേവ് ചെയ്യാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി കാത്തിരുന്നാൽ നമ്മൾ എന്നും ആ കുഴിയിൽ കിടക്കുള്ളൂ. അതുകൊണ്ട് മറ്റൊരു ഹ്യൂമൻ ബീങ്ങിന് വേണ്ടിയിട്ടല്ല, ഈ ലോകത്ത് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്കേ പറ്റുള്ളൂ. എനിക്ക് എല്ലാ ദിവസവും DMs കിട്ടും. ഞാൻ പലപ്പോഴും പല വിഷയങ്ങളെക്കുറിച്ച് ഞാനായിട്ട് ചെറിയ കുറിപ്പുകൾ ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന, എനിക്ക് എന്ത് ഉത്തരം പറയണം എന്ന് എനിക്ക് അറിയാത്തത്, പലപ്പോഴും പല സ്ത്രീകൾ എഴുതുന്നത് മറ്റുള്ളൊരു വ്യക്തിയുടെ കാഴ്ചപ്പാട് കണ്ടിട്ടും അതൊരു കുഴി ചെന്ന് ചാടുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം നവ്യ പറഞ്ഞ പോലെ നമുക്ക് ഒരാളുടെ കാഴ്ചപ്പാട് കാണാൻ പറ്റും, ഒരാളുടെ ആ കാഴ്ചപ്പാട് നമ്മളോട് ക്രൂരത കാണിക്കുവാണെങ്കിലും ആ വ്യക്തിയോട് കൊമ്പാഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എംപത്തി ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവിടെ നമ്മളെ തന്നെ ഹാം ചെയ്യണം ഇനവേ, കാരണം ഇനേബിൾ ചെയ്യണം ആ വ്യക്തി കൂടുതൽ നമ്മളെ അതുപോലെ ട്രീറ്റ് ചെയ്യാൻ. അങ്ങനത്തെ സിറ്റുവേഷൻസിലുള്ള സ്ത്രീകളുണ്ട്. വേറെ സിറ്റുവേഷൻ കംപ്ലീറ്റ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. ആദ്യത്തെ സിറ്റുവേഷൻ മറന്നു പോണതിന് മുമ്പ് ഞാനൊന്ന് പറയട്ടെ തന്നെ, അതാരുടെയും പ്രോബ്ലം അല്ല എന്നാണ് നമ്മളൊക്കെ ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്ത് തുടങ്ങിയത്. ധന്യയെ പോലെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആക്ടേഴ്സും നടിമാരും അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളും ഇവരൊക്കെ എത്ര കാലമായി ഇത് സംസാരിക്കാൻ തുടങ്ങിയിട്ട്?
ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ബേസിക് റൈറ്റ്സിനെ പറ്റി എനിക്കും കൂടെ അറിയില്ല. അപ്പോൾ ഞാൻ കണ്ടു വളർന്നത്, നമ്മൾ ശീലിച്ചു വന്നത് ശരിയാണെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കും. ആ കണ്ടീഷനിങ്ങിന് ഇറ്റ്സ് ബീൻ വി ആർ കണ്ടീഷൻഡ് ത്രൂ ഏജസ്. അതായത് എൻ്റെ അമ്മ കണ്ടീഷൻഡാണ്, എൻ്റെ അമ്മൂമ്മ കണ്ടീഷൻഡാണ്, ഇവർ വളർത്തിയിട്ടാണ് ഞാൻ ഉണ്ടായത്, ഞാൻ കണ്ടീഷൻഡാണ്. അപ്പോൾ പുറത്ത് ഞാനൊരു ഫിലിം ആക്ട്രസ് ആണ്, എനിക്ക് ഇത്രയും എക്സ്പോഷർ ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷേ ഐ ആം ജസ്റ്റ് ബീയിങ് പ്രൊട്ടക്റ്റഡ് ബൈ മൈ ഫാദർ ആൻഡ് മൈ മദർ ആസ് പെർ ദി കണ്ടീഷൻസ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. അങ്ങനെ നമ്മളെ ഇങ്ങനെ ചിറകിനടിയിൽ വെച്ചിട്ട് അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കിളിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമുക്ക് അപ്പോഴും നമ്മൾ കണ്ടു വളർന്ന ശരികൾ മാത്രമേ അറിയുള്ളൂ. അതല്ലാതെ ഉള്ള ബേസിക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് പോലും ഞാൻ ജീവിച്ച്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത്, ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇങ്ങനെയല്ല, ശരി ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പോൾ വായനയിലൂടെ, ചിലപ്പോൾ അനുഭവങ്ങളിലൂടെ, ചിലപ്പോൾ മറ്റ് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കളിലൂടെ, അങ്ങനെയൊക്കെയാണ്, സ്ത്രീ സുഹൃത്തുക്കളിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വരുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വയസ്സായി പോയിട്ടുണ്ടാവും. പക്ഷേ നത്തിങ്, ഈ എത്ര ആണെങ്കിലും എത്ര ലേറ്റ് ആയാലും എപ്പോഴെങ്കിലും നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു പോയിന്റ് വരില്ലേ, ആ പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ വെച്ച് നോക്കി സിമ്പത്തൈസ് ചെയ്യലും മാത്രമേ ഉണ്ടാവുള്ളൂ. ദർ ഇസ് നോ ഗ്രോത്ത് ഇൻ ഇറ്റ്. ആ പോയിന്റ് റിയലൈസ് ചെയ്യുന്നിടത്ത് നിന്ന് നമ്മൾ കറക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു വിൽ പവർ നമുക്ക് ഉണ്ടാവണം. ഇറ്റ്സ് നോട്ട് ഈസി. കാരണം സ്ത്രീകൾ പലപ്പോഴും നാട് വിടും, ജോലി ചെയ്തിരുന്ന സ്ഥലം വിടും, വേറെ എവിടത്തേക്കെങ്കിലും പോകും. അവിടെ ചെന്ന് അവർ കരിയർ ചിലപ്പോൾ ആദ്യമായിട്ട് ബിൽഡ് ചെയ്യും. ആദ്യമായിട്ട് ബിൽഡ് ചെയ്തൊരു ലെവൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും ദേ വിൽ നോ ദേ ആർ പ്രഗ്നൻറ്റ്. ദെൻ ഇറ്റ് ഈസ് എ ഗ്യാപ്പ് ഫോർ അനദർ 2-3 years. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ദേ ആർ അഗെയിൻ ബിഗിനിങ് ഫ്രം സ്ക്രാച്ച്, സീറോയിൽ നിന്നായിരിക്കും അവരുടെ കരിയറിൻ്റെ എക്സ്പീരിയൻസ് വീണ്ടും പോയി. സോ അത് ഒന്ന് നമുക്ക് ചിലപ്പോൾ അതിൽ പല കാര്യങ്ങളും നമുക്ക് സ്ലോലി ഗ്രാജ്വലായിട്ടേ മാറ്റാൻ പറ്റുള്ളായിരിക്കും. പറ്റാവുന്ന മാറ്റങ്ങൾ ചെയ്യുക. ഇതിന് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സിനെ പറ്റി, അതിനു വേണ്ടിയിട്ട് മാത്രം ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ട ഏറ്റവും മിനിമം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ഒരു മിനിമം റെസ്പെക്റ്റോടുകൂടി ജീവിക്കാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ആരും ആ ഫ്രീഡം കൊണ്ടുതരില്ല. വി ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ആൻഡ് ഡു യു ഫീൽ ദാറ്റ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം ഓഫ് എ മാരേജ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ്, അങ്ങനത്തെ റൈറ്റ്സ് വരെ നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്? ആൻഡ് അവരെങ്ങനെയാണ് ഇത് തരണം ചെയ്യേണ്ടതെന്ന് കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷനാണ്. ഇപ്പം ഞാൻ ഇന്നിവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചു വന്ന കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. അത് ചില ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരിക്കും, പക്ഷെ വേറെ ചില ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിരിക്കില്ല. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കും, നിങ്ങൾക്ക് കൂടെ നിങ്ങളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട് കുട്ടിയെ നോക്കാൻ, നിങ്ങൾക്ക് നവ്യ നായർ എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഉണ്ട്, ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യവും ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ നമുക്കെല്ലാം കൃത്യമായി നന്നായി ഇരിക്കുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒപ്പീനിയൻ പറയാൻ എളുപ്പമാണ്. പക്ഷേ എല്ലാം ഷാറ്റേർഡായിട്ടിരിക്കുന്ന ഒരാളിന് ഇത്തരത്തിലുള്ള അഡ്വൈസുകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അതായത് പ്രണയത്തിൻ്റെ അവസാന വാക്ക് കല്യാണമല്ല, അതല്ല, ഇതല്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ കൂട്ടുണ്ടാവണം എന്നുള്ളത് ചില വ്യക്തികളുടെ ആഗ്രഹങ്ങളാണ്. എനിക്ക് തോന്നുന്നു വളരെ ഹ്യൂമൻ ബീങ്സ് ആർ മെയ്ഡ് ഫോർ കണക്ഷൻ എന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. വി ആർ ഓൾ ഇന്റർ കണക്റ്റഡ് ആൻഡ് വി ആർ ഓൾ മെയ്ഡ് ടു കണക്ട്. ആ ഒരു കണക്ഷൻ കിട്ടാതെ, എനിക്കിപ്പോൾ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ് ഒരു കുട്ടിയുടെ, ഞാൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ ചേച്ചിക്ക് മനസ്സിലാവില്ല, ഞാൻ വളരെയധികം ലോൺലിയാണ് ചേച്ചി. ആൻഡ് ഈ ഒറ്റപ്പെടൽ എന്നുള്ളൊരു വാക്ക് ഞാൻ ആ ഒരു വീഡിയോയിലും കണ്ടിരുന്നു. അതെന്ത് ഭംഗിയായിട്ടാണ് ആ സോളോ ട്രിപ്പിനെ കുറിച്ചും അതിൻ്റെ ആവശ്യം എന്താണെന്നും നവ്യ അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഈ ഒരു എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എല്ലാ സ്ത്രീകളുടെ ഒരു അവസ്ഥയാണോ ഈ ലോൺലിനെസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു പക്ഷേ നമ്മുടെ സമൂഹം സ്ത്രീ സൗഹൃദങ്ങൾക്ക് അത്രയും പരിഗണനയോ മുൻഗണനയോ ഇമ്പോർട്ടൻസ് നമ്മൾ സ്ത്രീകളായിട്ട് തന്നെ കൊടുക്കാത്തതുകൊണ്ടാണോ ഈ ഒറ്റപ്പെടൽ? എല്ലാം ആണുങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ടാണോ ഈ ഒറ്റപ്പെടൽ? എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഭയങ്കര കോമൺ ആയിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. തന്നെ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്ന ഒറ്റപ്പെടൽ മനുഷ്യൻ്റെ ഒറ്റപ്പെടലാണ്, എനിക്കതിൽ ജെൻഡറില്ല. അതായത് ഞാൻ ആ വീഡിയോ സംസാരിച്ച് തുടങ്ങിയത് ഒരു അപ്പൂപ്പൻ്റെ ഒറ്റപ്പെടലിനെ പറ്റി സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം ഒരു പുരുഷനാണ്, വിഭാര്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് കൂടെയുള്ളൊരു ഇണ നഷ്ടപ്പെടുമ്പോൾ മാത്രമല്ല, നമ്മുടെ മക്കളും
മക്കളുടെ മക്കളും കൂടെ സഹധർമ്മിണിയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ ഏകനായി പോവാം, ഒറ്റപ്പെട്ടു പോവാം. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രായമായ എൻ്റെ അച്ഛൻ എപ്പോഴും വളരെ ബോൾഡായിട്ടുള്ള വളരെ ഭയങ്കര ഒരു മനുഷ്യനാണ് അച്ഛൻ. പക്ഷേ അദ്ദേഹം റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് ഫോർവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടുന്ന ചില വീഡിയോസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അച്ഛൻ ഒറ്റപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് അച്ഛന് ജീവനാണ്, എനിക്കും എൻ്റെ ബ്രദറിനും അച്ഛന് ജീവനാണ്, എൻ്റെ അമ്മയ്ക്ക് അച്ഛന് ജീവനാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ഒറ്റപ്പെടുന്നുണ്ട്. എൻ്റെ അമ്മയോട് വളരെ പേഴ്സണലി ഞാൻ സംസാരിക്കുമ്പോൾ, അമ്മയ്ക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു തൈറോയിഡിൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കാം. അപ്പം അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സർജറിയുടെ സമയത്ത് കൂടെ ഉണ്ട്, അച്ഛൻ കൂടെ ഉണ്ട്, എല്ലാം ചെയ്തു, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ അമ്മ ഒറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിന് ജെൻഡറില്ല. ആണുങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവാം, സോഷ്യലൈസ് ചെയ്യാനുള്ള കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അത് എല്ലാ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റിയാലിറ്റിയാണ്. പുരുഷൻ സ്ത്രീ എന്നുള്ള ഒരു വ്യത്യാസം അതിലില്ല. എനിക്കതിൽ അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് പരിചയമുള്ള ഒറ്റപ്പെടുന്ന, ഇനി എന്താവും എന്ന് മനസ്സിലാവാത്ത, നമുക്ക് തോന്നും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ യു ഹാവ് ടു റിയലൈസ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമ്മളെ കൊണ്ടുള്ള ആവശ്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ജീവിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ കേൾക്കും, ബിക്കോസ് അമ്മ ഈസ് പ്രൊവൈഡിങ് ഫോർ ഹിം. അല്ലേ? ഇന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ പേരൻസോ എൻ്റെ ബ്രദറോ കേൾക്കും, ബിക്കോസ് ഐ ഹാവ് എ സ്റ്റാൻഡ് ഇൻ ദ സൊസൈറ്റി, അല്ലേ? പക്ഷേ നാളെ ഞാൻ ചിലപ്പോൾ കിടക്കയിൽ കിടന്ന് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഗുരുവായൂരപ്പൻ എത്തിക്കാണ്ടിരിക്കട്ടെ. പക്ഷേ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയാൽ നമ്മുടെ എന്ത് വാക്കിനാണ് പ്രാധാന്യം? എന്നെ കാണാൻ ആരാ വരേണ്ടത്? എനിക്ക് എൻ്റെ കൂടെ ഫോട്ടോ ആർക്കാണ് എടുക്കേണ്ടത്? നമ്മൾ എത്രയോ ആൾക്കാർ പ്രായമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ പോട്ടെ, പ്രായമായത് വിടൂ, ചെറുപ്പത്തിൽ നമ്മൾ തന്നെ വളരെ ചെറിയ സമയത്ത് തന്നെ, അത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചിലപ്പോൾ വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു അസുഖം വരുന്ന എത്രയോ, ക്യാൻസറൊക്കെ ഭയങ്കര കോമൺ ആണ്. അത്തരത്തിലുള്ള ആളത് അറിയുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഷോക്ക്, അയ്യോ അവർക്ക് ക്യാൻസറാണോ? പിന്നെ ഒരാഴ്ചത്തേക്ക് എല്ലാവരും വിളിക്കും, ഒരു മാസത്തേക്ക് എല്ലാവരും വിളിക്കും. ആ 100 പേരെന്നുള്ളത് 50 ആവും, പിന്നെ ഈ 50 പേരെന്നുള്ളത് 25 പേരാവും, പിന്നെ ഒരു 2 പേര് മാസത്തിൽ ഒരിക്കൽ അന്വേഷിച്ചാൽ അയിന്നാവും. കാരണം നമ്മളെ കൊണ്ട് ഈ ലോകത്തിനോ സമൂഹത്തിനോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ ഭർത്താവിനോ ഒന്നും പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. ഇതെല്ലാവർക്കും വരാം, അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. ആ അവസ്ഥയിൽ എത്തിച്ചേരുന്ന നമ്മളെ അപ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു പുസ്തകം വായിച്ചാൽ സന്തോഷം കിട്ടും, നമ്മളിൽ തന്നെ ഹാപ്പി ആയിട്ടിരിക്കും. ശരീരത്തിൻ്റെ വേദനകളൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, യു ഹാവ് ടു ബെയർ വിത്ത് ഇറ്റ്. പക്ഷേ മാനസികമായ ഒറ്റപ്പെടൽ, ഇത് പറയണ കേട്ടാൽ ഞാൻ ഒരു ഒറ്റപ്പെടലും ഇല്ലാത്ത സന്യാസിയല്ല, ഇതിന് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഫൈറ്റ് ഇതിനോടൊക്കെയാണ്. ഐ ആം ട്രൈങ് ടു ഫൈറ്റ് വിത്ത് ദീസ് തിങ്സ്. ഞാൻ എന്നിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യും. കാരണം ഐ കനോട്ട് എക്സ്പെക്ട് മൈ സൺ ടു ബി മൈ കെയർ ടേക്കർ ആഫ്റ്റർവേർഡ്സ്. ഹി വിൽ ഹാവ് എ ലൈഫ് ഓഫ് ഹിസ് ഓൺ. അല്ലേ? അവൻ്റെ പ്രയോറിറ്റീസ്, അവൻ്റെ ഇഷ്ടങ്ങൾ, അവൻ്റെ കുട്ടികൾ, അവൻ്റെ എന്താണെങ്കിലും ഗേൾ ഫ്രണ്ട്, അങ്ങനെയൊക്കെ അവൻ്റെ ലൈഫ് ഇസ് ഗോയിങ് ടു ബി സോ കളർഫുൾ എഹെഡ്. അല്ലാണ്ട് അമ്മയുടെ ചിറകിനടിയിൽ വളർന്നു വരാനുള്ള ആളല്ലല്ലോ അവനൊരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലാണ്. അവൻ്റെ അച്ഛനും അമ്മയും മുന്നേ ഞാൻ പോവോ അതോ ഇനി അവർ കഴിഞ്ഞിട്ടാണോ ഞാൻ പോകണേ അറിയില്ലല്ലോ, നമുക്കൊന്നും അറിയില്ല. നവ്യ ശരിക്കും പറഞ്ഞാൽ നവ്യയുടെ ലൈഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ യങ് ഏജിൽ, ഒരു 16-17 ഒരു പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുകയാണ്. 10th സ്റ്റാൻഡേർഡ് പ്രൊഫഷണൽ ലൈഫ് തുടങ്ങുന്ന വെച്ചാൽ എന്ത് പക്വതയുണ്ട്, എന്ത് അറിവുണ്ട്, അതും വർക്ക് ചെയ്യുന്ന വളരെയധികം മുതിർന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാവൂ. ആ ഒരു കുട്ടിക്കാലം എനിക്കെന്തോ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടവും ഭയങ്കര ഒരു അൺഈസിനെസ് ആണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴില്ലേ നവ്യക്ക് ആ ഒരു ഫേസിനെ എങ്ങനെയാ കാണുന്നത്? ഞാൻ എല്ലാവരും എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നാണ് വിട്ടത്. സൂക്ഷിച്ച് പോണം, അവിടെ പോയി കഴിഞ്ഞാൽ കരയിപ്പിച്ച്. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഗുരുവായൂരപ്പ ആരെങ്കിലും മറ്റേ അപ്പുറത്ത് നിന്ന് കരഞ്ഞാൽ ഞാൻ കരയും. ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അവർക്ക് എന്താ ആവശ്യം? ഏതോ ഒരു നടി, അവരുടെ 2ാമത്തെ സിനിമ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ല, അഡ്രസ്സും ഇല്ലാത്ത ഞാൻ. പക്ഷെ അനുകമ്പ, മറവിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, എഴുതി വെച്ചേക്കും. ആ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോകും. എന്തിനാ ഇത്രയും പാക്ക് ചെയ്യുന്നത്? ഒളിച്ചോട്ടമാണ് ധന്യ, ഒളിച്ചോട്ടം.